നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മാർച്ച് 30 ഞായർ. തകർന്നടിഞ്ഞ് മ്യാൻമർ, മരണം 1600 കടന്നു. നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ. മ്യാൻമറിൽ 2389 പേർക്ക് പരിക്ക്. തായ്ലൻഡിൽ 50-ലേറെ പേരെ കാണാനില്ല. ആഭ്യന്തര സംഘർഷവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായ മ്യാൻമറിനെ നിലംപരിശാക്കിയ ഭൂചലനത്തിൽ മരണം 1600 കടന്നു. നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന് ആശങ്ക. മതിയായ യന്ത്രസാമഗ്രികളുടെ അഭാവത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വെറും കൈകൊണ്ട് മണ്ണ് മാറ്റിയാണ് രക്ഷാപ്രവർത്തനം. കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കൂട്ട നിലവിളിയാണ് ഭൂചലനത്തിൻ്റെ പ്രഭാവ കേന്ദ്രമായ മാൻഡലയിൽ നിന്ന് ഉയരുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മരണം 1000 കടന്നെന്നും 2389 പേർക്ക് പരിക്കേറ്റെന്നും മ്യാൻമറിലെ സൈനിക ഭരണകൂടം വെളിപ്പെടുത്തി. പരിക്കേറ്റവരിൽ നൂറുകണക്കിന് ആളുകളുടെ നില ഗുരുതരമാണ്. മാൻഡലെ മേഖലയിൽ 1591 വീട് തകർന്നു. മാലിന്യമുക്ത കേരളം പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരം. നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള LDF സർക്കാരിൻ്റെ ദൗത്യത്തിൽ ജനങ്ങൾ ഒന്നാകെ കൈകോർത്തപ്പോൾ മാലിന്യമുക്തം നവകേരളം ലക്ഷ്യം കൈവരിക്കുന്നു. സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഞായറാഴ്ച. 13 മാനദണ്ഡങ്ങളിൽ 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. സംഘപരിവാർ ഭീഷണി, എമ്പുരാനു വെട്ട്. ഗുജറാത്ത് വംശഹത്യയുടേതടക്കം 17 രംഗങ്ങൾ വെട്ടിമാറ്റാൻ ധാരണ. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് എമ്പുരാൻ റീസെൻസർ ചെയ്യുന്നു. 17 രംഗങ്ങൾ വെട്ടിമാറ്റാൻ ധാരണയായി. ഗുജറാത്ത് വംശഹത്യയടക്കം സംഘപരിവാറിന് അലോസരമുണ്ടാക്കുന്ന രംഗങ്ങളാണ് മാറ്റുക. ബജരംഗി എന്ന വില്ലന്റെ പേരും മാറ്റുമെന്നാണ് സൂചന. റീസെൻസർ പൂർത്തിയാകും വരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും. സാംസ്കാരിക വൈവിധ്യത്തിന്റെ വേദിയാകും. രാജ്യത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യവും വിപ്ലവാശയങ്ങളും സമന്വയിക്കുന്ന പരിപാടികൾ ഏപ്രിൽ 1 മുതൽ 6 വരെ. മധുര. വൈഗൈ നദീതീരത്തെ ഗോപുര നഗരമായ മധുര CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ആഘോഷവേദിയായി മാറും. രാജ്യത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യവും വിപ്ലവാശയങ്ങളും സമന്വയിപ്പിക്കുന്ന പരിപാടികൾ ഏപ്രിൽ 1 മുതൽ 6 വരെ നടക്കും. തമിഴ്നാട്, കേരളം, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ കലാസംഘങ്ങളും ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. തമുക്കം മൈതാനത്ത് ഈ ദിവസങ്ങളിൽ ചരിത്ര പ്രദർശനവും പുസ്തകമേളയും നടക്കും. സീതാറാം യെച്ചൂരിയെക്കുറിച്ച് കോമ്രേഡ് ടാക്കീസ് തയ്യാറാക്കിയ ഡോക്യുമെന്ററി സോഷ്യലിസം ഈസ് ദി ആൾട്ടർനേറ്റീവ് ഏപ്രിൽ 2 പുറത്തിറക്കും. കൊല്ലം ചെങ്കോട്ട പാത ഒരു ട്രെയിൻ കൂടി നിലയ്ക്കുന്നു. താമ്പരം തിരുവനന്തപുരം നോർത്ത് AC എക്സ്പ്രസിന്റെ സർവീസ് ഏപ്രിൽ 4 അവസാനിക്കും. കൊല്ലം ചെങ്കോട്ട പാതയിൽ 10 മാസമായി ഓടുന്ന ചെന്നൈ താമ്പരം തിരുവനന്തപുരം നോർത്ത് AC എക്സ്പ്രസ് അടുത്ത ആഴ്ച സർവീസ് അവസാനിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥികൾ കൈകോർത്തു. അധ്യയനം സ്മാർട്ടാക്കാൻ ഇനി AI അധ്യാപികയും. നെട്ടയം ഗവൺമെന്റ് HSൽ AI അധ്യാപികയുടെ ഉദ്ഘാടനം മുൻ മന്ത്രി K രാജുവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപനും ചേർന്ന് നിർവഹിക്കുന്നു. നിർമ്മിത ബുദ്ധി ജീവിതത്തിന്റെ ഭാഗമായ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ AI അധ്യാപികയുമായി നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂളിലെ 2004 SSLC ബാച്ച് വിദ്യാർത്ഥികളാണ് AI അധ്യാപികയായ സ്കൂളിന് സമർപ്പിച്ചത്. 4 ഭാഷകൾ സംസാരിക്കുന്ന AI അധ്യാപിക സേറയോട് ഏത് വിഷയത്തെക്കുറിച്ചും സംശയങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരവും ലഭിക്കും. പറയുന്ന ഉത്തരങ്ങൾ ഡിസ്പ്ലേയിൽ തെളിയുന്നതുകൊണ്ട് പ്രൊജക്ടറിൽ കണക്ട് ചെയ്ത് കുട്ടികൾക്ക് കുറിപ്പ് തയ്യാറാക്കാനും സാധിക്കും. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര കുടിശ്ശിക ഉടൻ നൽകണം KSKTU.
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക 1055.81 കോടി രൂപ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് KSKTU ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ മൊത്തം കുടിശ്ശിക 26,097.23 കോടി രൂപയാണ്. തിരിച്ചടിയായി വിധികൾ. UDFിൽ കനത്ത ഭിന്നത. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ നിരന്തരം കോടതിയിൽ പോയി തിരിച്ചടി വാങ്ങുന്നത് LDFിന് നേട്ടമുണ്ടാക്കുന്നുവെന്ന അഭിപ്രായം ശക്തമായതോടെ UDFിൽ കനത്ത ഭിന്നത. ആക്രമണവുമായി സംഘപരിവാർ. എമ്പുരാൻ രാജ്യവിരുദ്ധം, പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധൻ. പൃഥ്വിരാജിന്റെ സിനിമാ ഭാവിയെ ബാധിക്കുമെന്ന് ഭീഷണി. മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്ന് RSS. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാനെതിരെ ആക്രമണവുമായി സംഘപരിവാർ രംഗത്തിറങ്ങി. എമ്പുരാൻ രാജ്യവിരുദ്ധ സിനിമയാണെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധനാണെന്നും RSS മുഖവാരിക ഓർഗനൈസർ ആരോപിച്ചു. 2002 ഗുജറാത്ത് വംശഹത്യയിൽ സംഘപരിവാറിന്റെയും BJP നേതാക്കളുടെയും പങ്ക് തുറന്നുകാട്ടിയതിന്റെ പേരിൽ സിനിമയ്ക്കെതിരെ രാജ്യവ്യാപക സൈബർ ആക്രമണത്തിന് പിന്നാലെയാണ് ഓർഗനൈസറിലെ ലേഖനം. എമ്പുരാൻ BJPക്കെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും സംസാരിക്കുന്നു. ഇത് അപകടമാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രൊപ്പഗാൻഡ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ സിനിമ ഹിന്ദുക്കളെ നരഭോജികളായും BJP നേതാക്കളെ വില്ലന്മാരായും ചിത്രീകരിക്കുന്നു. ദേശീയതലത്തിൽ ഹിന്ദുത്വ വിരുദ്ധ രാജ്യവിരുദ്ധ സിനിമയായി തുറന്നുകാട്ടണം. പൃഥ്വിരാജിന് പ്രത്യേക രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്ന് ചിന്തിക്കണം, ലേഖനം പറയുന്നു. 4 ദിവസത്തെ വ്യാപാര ചർച്ച അവസാനിച്ചു. US വഴങ്ങി ഇന്ത്യ. ആഹ്ലാദം പ്രകടിപ്പിച്ചും മോദിയെ പ്രശംസിച്ചും ട്രംപ്. ഈ വർഷം തന്നെ ഉഭയകക്ഷി വ്യാപാര കരാർ.